ഹലോ ഫ്രണ്ട്സ്, എച്ച് വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കാണുന്നതാണ് ഹെലിക്സ് എന്ന് പറയുന്നത്. 2D സ്പൈറൽ ഓർ 3D സ്പൈറലാണ്. നമ്മളതിലിപ്പോൾ 2D സ്പൈറലാണ് പഠിക്കുന്നത്. ഹെലിക്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. സ്പെസിഫിക് സെൻറ്റർ പോയിന്റ് ഓഫ് ബേസ് ചോദിക്കും. നമ്മൾ എന്ത് ചെയ്തു? സെൻറ്റർ പോയിന്റ് കൊടുത്തു. ദെൻ സ്പെസിഫിക് ബേസ് റേഡിയസ് ഓർ ഡയമീറ്റർ. റേഡിയസ് ആണെങ്കിൽ റേഡിയസ്, ഡയമീറ്റർ ആൻഡ് ഡയമീറ്റർ. എനിക്ക് ബേസ് റേഡിയസ് എത്രയാണ് അറിയുന്നത്, അത് കൊടുത്തു. ഞാൻ ബേസ് റേഡിയസ് 1 എന്ന് കൊടുത്തു, എൻ്റർ ചെയ്തു. അടുത്തവർ ചോദിക്കുന്നത് എന്താണ്? സ്പെസിഫിക് ടോപ്പ് റേഡിയസ് ആണ്. അതിന് ടോപ്പ് റേഡിയസ് നമുക്ക് എത്രയാണ് വേണ്ടത്, അത് കൊടുക്കാം. ഇപ്പൊ 1 തന്നെ കൊടുത്താൽ സെയിം ലെവലിൽ നിൽക്കും. അപ്പൊ എനിക്ക് എന്താ, ഒരു സർക്കിൾ മാത്രമേ കാണുള്ളൂ. ഞാൻ അതുകൊണ്ട് തന്നെ ഇതിന്റെ ബേസ് റേഡിയസ് ഒരു 3 എന്ന് കൊടുത്തിട്ട്, ബേസ് റേഡിയസ് അല്ല, ടോപ്പ് റേഡിയസ് 3 എന്ന് കൊടുത്തിട്ട് എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ പിന്നെയും ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഹെലിക്സ് ഹൈറ്റാ ചോദിക്കുന്നത്. അപ്പൊ ഹെലിക്സിന്റെ ഹൈറ്റ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ 3D അല്ല, 2D ആയതുകൊണ്ട് ഹെലിക്സിന്റെ ഹൈറ്റ് നമുക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 0 ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 0 കൊടുത്ത് എൻ്റർ ചെയ്യാം. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വേണ്ട ഒരു ഓപ്ഷൻ എന്താണ്? ടേൺസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഇങ്ങനെ കറങ്ങി വരുന്നതിനാണ് ടേൺസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടേൺസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. നമ്പർ ഓഫ് ടേൺസ് ഇവിടെ 3 ആണ് എടുത്തേക്കുന്നത്. ഞാനൊരു 6 നമ്പേഴ്സ് കൊടുത്ത് എൻ്റർ ചെയ്തു. അപ്പോൾ നമുക്ക് ആ ടേൺസിന്റെ എണ്ണം എന്ത് ചെയ്തു? നമ്പേഴ്സ് കൂടി. അതേപോലെ ട്വിസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ട്വിസ്റ്റ് കൊടുക്കുക. ഇപ്പൊ നമുക്ക് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഏത്? ആന്റി ക്ലോക്ക് വൈസ്. ട്വിസ്റ്റ് എന്ന് കൊടുത്തിട്ട് ഞാൻ CW എന്നാണ് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരിച്ചു വന്നു, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് വന്നു. ട്വിസ്റ്റ് ക്ലിക്ക് ചെയ്ത് CCW ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് മാറും. അപ്പൊ ആ ഡയറക്ഷൻ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ട്വിസ്റ്റ് യൂസ് ചെയ്യണത്. ടേൺ ഹൈറ്റ് നമ്മൾ എന്ത് ചെയ്യണേ? 0 എന്ന് കൊടുത്തു, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ എന്ത് ചെയ്തു? ഫിക്സ് ചെയ്തു. ഇതാണ് ഹെലിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഡോണറ്റ്. ഡ്രോയിൽ തന്നെ അടുത്ത ഓപ്ഷനാണ് ഡോണറ്റ്. ഡോണറ്റ് സെലക്ട് ചെയ്തു. ഷോർട്ട് കീ DO. ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് ഡോണറ്റ്. ഇവിടെ ഡയമീറ്റർ ഓഫ് ഡോണറ്റ് ചോദിക്കുന്നത് ഇൻസൈഡ് ഡയമീറ്റർ. ഇൻസൈഡ് ഡയമീറ്റർ ഞാൻ 1 എന്ന് കൊടുത്തു, എൻ്റർ ചെയ്തു. ഔട്ട്സൈഡ് ഡയമീറ്റർ ഞാൻ 3 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ഞാൻ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫില്ല് ചെയ്തേക്കണ ഒരു സർക്കുലർ, 2 സർക്കുലർ ഫില്ല് ചെയ്ത് വന്നേക്കുന്നുണ്ട്. ഇതിലൊരു ഔട്ടർ സർക്കിളുണ്ട്, ഇന്നർ സർക്കിളുണ്ട്. അതിന്റെ ഉള്ളിലത്തെ പോർഷൻ മാത്രം എന്ത് ചെയ്തു? ഈ വാഷർ പോലുള്ള ഇത് നമുക്ക് എന്ത് ചെയ്യാം? വരയ്ക്കാനൊക്കെ നമുക്ക് ഈ ഡോണറ്റ് എന്നുള്ളത് യൂസ് ചെയ്യാം. മെക്കാനിക്കലാണ് കൂടുതലും ഇതൊക്കെ യൂസ് ചെയ്യണത്. നമുക്ക് യൂസ് ചെയ്യണമെന്ന് കുഴപ്പമൊന്നുമില്ല. ആവശ്യമുള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? DO എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തതിന് ശേഷം ഇൻസൈഡ് ഡയമീറ്റർ എത്രയാണ് വേണ്ടത് അത് കൊടുക്കാം. ഇൻസൈഡ് ഞാൻ 2 കൊടുത്തു, ഔട്ട്സൈഡ് ഡയമീറ്റർ ഒരു 5 കൊടുത്തു, എൻ്റർ ചെയ്തതിന് ശേഷം എവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അതല്ല, ഫുൾ സർക്കിളും എനിക്ക് ഫില്ല് ചെയ്തിട്ടാണ് വേണ്ടത്. സെൻട്രലിൽ ഇതേമാതിരി ഗ്യാപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സെലക്ട് ചെയ്തു. ഡയമീറ്റർ ഓഫ് ഇന്നർ സർക്കിള് 0 കൊടുത്തിട്ട് ഔട്ട്സൈഡ് ഡയമീറ്റർ ഞാൻ എന്ത് ചെയ്തു? 3 കൊടുത്തു, എൻ്റർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്തു? ഫില്ല് ചെയ്തേക്കണ ഒരു സർക്കിൾ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഇതാണ് ഡോണറ്റിന്റെ ഓപ്ഷൻ. ഓക്കെ. നെക്സ്റ്റ്, റിവിഷൻ ക്ലൗഡ്. റിവിഷൻ ക്ലൗഡ് നമ്മൾ യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു പോർഷനെ ഹൈലൈറ്റ് ചെയ്തിട്ട് അതൊരു പ്രത്യേക പോർഷനായിട്ട് മാറ്റണം. എന്തെങ്കിലും പ്ലാനിലോ അല്ലെങ്കിൽ നമ്മുടെ സെക്ഷനിലൊക്കെ ഒരു പോർഷൻ മാത്രം നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ റിവിഷൻ ക്ലൗഡ് ഏതെങ്കിലും ഒരു പ്രത്യേക പോർഷൻസിനെ കാണിക്കാനാണ് ഈ റിവിഷൻ ക്ലൗഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഒരു ഹൈലൈറ്റഡ് മാർക്കായിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഡ്രോയിൽ തന്നെ റിവിഷൻ ക്ലൗഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ പല ടൈപ്പ് ഓഫ് റിവിഷൻ ക്ലൗഡ്സ് ഉണ്ട്. റെക്ടാങ്കുലർ, പോളിഗണൽ ആൻഡ് ഫ്രീ ഹാൻഡ്. ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഷോർട്ട് കീ REVC. അതിൽ ഞാൻ ആദ്യം തന്നെ റെക്ടാങ്കുലർ എന്നുള്ള ഓപ്ഷൻ എടുത്തു. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ട്? റെക്ടാങ്കുലർ ഷേപ്പിൽ ഇങ്ങനെ കുറെ ആർക്ക് ഷേപ്പ് ജോയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് എന്ത്? റിവിഷൻ ക്ലൗഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ തന്നെ റിവിഷൻ ക്ലൗഡിൽ നമുക്ക് അടുത്താണ് പോളിഗണൽ. പോളിഗണലിൽ എന്താണ്? ആ ഒരു ഷേപ്പ് എന്തായിരിക്കും? പോളിഗണൽ ഷേപ്പിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യണത്? എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. പോളിഗണൽ ഷേപ്പ് ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്പിൾ സൈഡ്സ് ആയിട്ടാണ് കേട്ടോ. അതാണ് ഈ പോളിഗണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എങ്ങനെയാണ് വേണ്ടത് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ആ ഒരു രീതി കിട്ടും. ഫ്രീ ഹാൻഡ് എന്ന് പറഞ്ഞാൽ അടുത്തത് എന്താണ്? ഫ്രീ ഹാൻഡ് ആണ്.
ഫ്രീ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പോവാം. ഞാൻ എങ്ങനെയാണോ പോണത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ഷേപ്പിൽ അവിടെ ക്ലൗഡ് പോലെ വരും. ഇതാണ് റിവിഷൻ ക്ലൗഡിൽ ഫ്രീ ഹാൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ സ്റ്റൈൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുവേണ്ടി REVC എന്ന് കൊടുത്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സ്പെസിഫിക് ഫസ്റ്റ് പോയിന്റ് എന്ന് ചോദിക്കുന്നത്, ഫസ്റ്റ് പോയിന്റ് ഇവിടെ കൊടുത്തു. ഇതിലങ്ങനെ ഇങ്ങനെ നമ്മൾ ഷോർട്ട് കീ എടുക്കുമ്പോൾ നമുക്ക് ഫ്രീ ഹാൻഡ് ആണത്, നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മൗസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. മൗസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതെന്ത് ചെയ്യും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പം ഇവിടുത്തെ കേസിൽ റിവിഷൻ ക്ലൗഡിൽ നിന്ന് REVC എന്ന് കൊടുത്തു, എൻ്റർ ചെയ്തതിന് ശേഷം ഫസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ വെറുതെ മൗസ് ഇങ്ങനെ റൺ ചെയ്യണുള്ളൂ. ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ ചെയ്യണം, എന്നാലും അവിടെ ഫിക്സ് ആവുള്ളൂ. ഡയറക്ഷൻ യെസ് ഓർ നോ എന്ന് വയ്ക്കും. ഞാൻ യെസ് കൊടുക്കുകയാണെങ്കിൽ ഡയറക്ഷൻ എനിക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഉള്ളിലേക്കുള്ളതായി കർവ്, പുറത്തേക്ക് ആക്കണമെങ്കിൽ നോ എന്ന് കൊടുത്താണെങ്കിൽ പുറത്തേക്ക് ആയണം. അതേപോലെ ആർക്കിന്റെ ലെങ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആർക്ക് ലെങ്ത് എന്നുള്ളത് വന്ന് ഇവിടെ 1.11 ആണ് എടുക്കുന്നത്. ഞാനൊരു 0.5 എന്ന് കൊടുത്തു, എൻ്റർ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് എനിക്ക് എന്താ ചെറിയ കർവുകളായിട്ട് മാറി. അടുത്തത് തന്നെ എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ റെക്ടാങ്കുലർ, പോളിഗണൽ ആൻഡ് ഫ്രീ ഹാൻഡ്. ഇത് മൂന്നും നമ്മൾ നേരത്തെ നോക്കിയതാണ്. അടുത്ത വരുന്നത് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനൊരു റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ ഒരു ഒബ്ജക്റ്റിന് എനിക്ക് എന്ത് ചെയ്യാം, റിവിഷൻ ക്ലൗഡായിട്ട് മാറ്റാം. REVC എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഞാൻ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ആ ഷേപ്പിലായിരിക്കും എന്ത് വേണ്ടത്, റിവിഷൻ ക്ലൗഡ് വേണ്ടത്. സർക്കിളിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സർക്കിൾ ഷേപ്പ് എടുത്തു, REVC എന്ന് കൊടുത്തു, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ഇതിനാണ് സെലക്ട് കൊടുത്തു. നമുക്ക് എന്തായി, ആ ഒരു ഷേപ്പിലേക്കായി. ഇതാണ് റിവിഷൻ ക്ലൗഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൽ തന്നെ വേണ്ടതാണ് അടുത്തത് സ്റ്റൈല്. സ്റ്റൈല് ക്ലിക്ക് ചെയ്തിട്ട് കാലിയോഗ്രാഫി എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. എന്നിട്ട് ഞാൻ ഒബ്ജക്റ്റ് എടുത്തിട്ട് ഇതിനൊന്ന് സെലക്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ, ഒരു തിക്നെസ്സോട് കൂടിയിട്ടായിരിക്കും വരുന്നത്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിക്സ് ആയി. സെലക്ട് ചെയ്തു, സ്റ്റൈൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു, കാലിയോഗ്രാഫി കൊടുത്തു, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. നമുക്കുണ്ടാവും ഒരു ചെറിയൊരു തിക്നെസ്സോട് കൂടി ഇങ്ങനെ എഴുതി വേണ്ടത്, കാലിയോഗ്രാഫി പോലെ വന്നു. വീണ്ടും സെലക്ട് ചെയ്തു. നമുക്ക് നോർമലായിട്ട് മതി എന്നുണ്ടെങ്കിൽ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്തിട്ട് നോർമൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോർമലായിട്ട് വരും. അതല്ല ഞാൻ നേരെ തിരിച്ച് സ്റ്റൈലിൽ കാലിയോഗ്രാഫി കൊടുത്താൽ നമ്മൾ വരക്കുമ്പോൾ ആ ഒരു രീതിയിലായിരിക്കും വരും. ഇതാണ് റിവിഷൻ ക്ലൗഡിൻ്റെ ഓപ്ഷൻസ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് റീജിയൻ, അതേപോലെ തന്നെ ബൗണ്ടറി. റീജിയൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനൊരു ലൈൻ ഉപയോഗിച്ച് നമ്മൾ പോളി ലൈൻ പഠിച്ചില്ലേ, അതേപോലെ തന്നെ ഒരു സംഭവം തന്നെയാണ് ആക്ച്വലി. ഞാനിപ്പോൾ ഒരു ലൈൻ ഉപയോഗിച്ച് ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഷേപ്പ് ഞാൻ വരച്ചിട്ടുണ്ട്. ഇതിനെനിക്ക് എന്ത് ചെയ്യണം, ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ റീജിയൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഷോർട്ട് കീ REG എന്നുള്ളത് കൊടുത്താലും മതി. REG എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തതിന് ശേഷം സെലക്ട് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഫുള്ളായിട്ട് സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരൊറ്റ ഒബ്ജക്റ്റ് ആയിട്ട് മാറി. അപ്പോൾ എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമ്മൾ വരച്ചു കൊടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യേണ്ടത്. ഇപ്പോൾ ലൈനോട് വെച്ചാൽ സിംഗിൾ ഒബ്ജക്റ്റ് സെലക്ഷനാണ്. REG എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തിട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ഒറ്റൊരു ഒബ്ജക്റ്റ് ആയിട്ട് മാറി. ബൗണ്ടറി എന്നുള്ള ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാൻ റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്, ഇവിടെ ക്രോസ് ആയിട്ട് റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇവിടെയാണ് ബൗണ്ടറി എന്നുള്ളതിന് BO എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ പിക്ക് പോയിന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എവിടെയാണ് ഞാൻ മൗസ് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുന്നത്, അപ്പോൾ ഇത്രയും പോർഷനാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത്രയും പോർഷൻ എന്തായത്, ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാറി. അടുത്ത ഞാൻ ഇവിടെയാണ് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ഒബ്ജക്റ്റ് ആയിട്ട് മാറി. ഇവിടെയാണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ അതൊരു ഒബ്ജക്റ്റ് ആയിട്ട് മാറി. ഞാൻ വന്ന് സെലക്ട് ചെയ്തു, മൂവ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂവ് ചെയ്ത് വെച്ചപ്പോൾ എന്താണ്, ആ ഒരു റീജിയനിലുള്ളത് മാത്രമാണ് എന്ത് ചെയ്തത്, മാറി നിന്നത്, ഒരു സെറ്റായി മാറുന്നത്. ഇത് വരുമ്പോൾ ഇത് വേറെ സെറ്റായി, ഇത് സെലക്ട് ചെയ്യുമ്പോൾ വേറെ സെറ്റായി. ഇതാണ് ബൗണ്ടറിയിലെ വ്യത്യാസം. നേരെ തിരിച്ച് നിങ്ങൾ റീജിയണലിലാണ് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിലോ ഇതേ സംഭവം തന്നെ ഞാൻ റീജിയണലിൽ ചെയ്ത് നോക്കിയാണ്.
റീജിയൻ എന്നുള്ളതിന് ആ റീജിയൻ ടൈപ്പ് ചെയ്തിട്ട് ഒബ്ജക്റ്റ് ഫുൾ ആയിട്ട് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്തു. ഇത് നോക്കി, ഇത് സെപ്പറേറ്റും ഇത് സെപ്പറേറ്റ്, അത് പഴയതുപോലെ തന്നെ. ബൗണ്ടറിയിൽ എന്തായിരിക്കും, എവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നത് അത് ക്ലോസ്ഡ് ഒബ്ജക്റ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരൊറ്റ ഒബ്ജക്റ്റ് ആയിട്ട് മാറും. അതാണ് ബൗണ്ടറിയും റീജിയനും തമ്മിലുള്ള വ്യത്യാസം. അത് മാത്രമല്ല, റീജിയനിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കുമ്പോൾ ഒരേ ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റ് തന്നെയാണ് ഒറ്റ ഇതായിട്ട് മാറുന്നത്. പക്ഷെ ബൗണ്ടറി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ബൗണ്ടറിയിൽ നമ്മൾ ആ പിക്ക് പോയിന്റ് എടുത്ത് ഒരു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സെപ്പറേറ്റ് ഒരു ബോക്സ്, സെപ്പറേറ്റ് ഒരു ഫിഗർ ആയിട്ട് തന്നെ വേണ്ടത്, ഒരു പോളി ലൈൻ ആയിട്ട് തന്നെയാണ് വേണ്ടത്. അതാണ് ബൗണ്ടറി റീജിയൻ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.